രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിൽ ഉത്തരം മുട്ടി വി.ഡി. സതീശൻ. മാധ്യമങ്ങളുടെ ചോദ്യങ്ങളിൽ നിന്ന് ഒഴിഞ്ഞുമാറി. എല്ലാം KPCC പ്രസിഡന്റിനോട് ചോദിക്കൂ എന്നാണ് പ്രതികരണം. പാർട്ടിയിൽ നിന്ന് രാഹുലിനെ സസ്പെൻഡ് ചെയ്തു. രാഹുൽ കോൺഗ്രസ് യോഗത്തിൽ പങ്കെടുക്കുന്നതും തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങളിൽ പങ്കെടുക്കുന്നതും അറിയില്ല. കൂടുതലൊന്നും പറയാനില്ലെന്നും സതീശൻ പാലക്കാട് പ്രതികരിച്ചു. നിങ്ങൾ ഇതൊക്കെ സംഘടനാപരമായ കാര്യങ്ങളാണ്. അതെല്ലാം KPCC പ്രസിഡന്റിനോട് നിങ്ങൾ ചോദിച്ചാൽ അദ്ദേഹം മറുപടി പറയും. ഞാൻ സംഘടനാപരമായ കാര്യങ്ങൾക്കൊന്നും ഞാൻ മറുപടി പറയത്തില്ല. അദ്ദേഹത്തിനെതിരായിട്ട് സസ്പെൻഡ് ചെയ്തിട്ടുള്ളതാണ്. അദ്ദേഹത്തെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയില്ല. സസ്പെൻഷൻ നടപടിയാണ് പാർട്ടി സ്വീകരിച്ചിട്ടുള്ളത്. ഇത് സംബന്ധിച്ചുള്ള എന്ത് കാര്യം വേണമെങ്കിലും നിങ്ങൾ KPCC പ്രസിഡന്റിനോട് ചോദിച്ചു. വിവരങ്ങളുമായി അരുൺ ആലത്തൂർ ഒപ്പം ചേരുന്നു. അരുൺ, അതായത് ഉത്തരമില്ലാത്തപ്പോൾ KPCC പ്രസിഡന്റ് പറയട്ടെ എന്ന് അദ്ദേഹത്തിൻ്റെ തലയിൽ കെട്ടിവെച്ച് സതീശൻ പിന്മാറുന്നു അല്ലേ? കൃഷ്ണരാജ്, തീർച്ചയായിട്ടും നമുക്കറിയാം, ഇന്നലെയാണ് ഈ രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ പുതിയ ഓഡിയോകളും മറ്റുമൊക്കെ പുറത്തു വന്നത്. ഏതായാലും പാലക്കാട് നഗരത്തിൽ ഉൾപ്പെടെ രാഹുൽ മാങ്കൂട്ടത്തിനെ മുൻനിർത്തിയാണ് UDF സ്ഥാനാർത്ഥികൾ വോട്ട് തേടുന്നത്. പാലക്കാട് നഗരസഭയിൽ ഉൾപ്പെടെ UDF സ്ഥാനാർത്ഥികൾ ഈ രാഹുലിനെ വീണ്ടും വെള്ളപൂശിക്കൊണ്ട് തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ സജീവമായി പങ്കെടുപ്പിക്കുന്ന ഒരു പശ്ചാത്തലം ഉണ്ട്. ഒപ്പം തന്നെ മറ്റൊരു കാര്യം എന്നുള്ളത്, ഈ രാഹുൽ മാങ്കൂട്ടത്തിലുമായി ബന്ധപ്പെട്ട് കോൺഗ്രസിന് ഈ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു എന്ന് പറയുമ്പോഴും കോൺഗ്രസിന്റെ യോഗങ്ങൾ, സ്ഥാനാർത്ഥി നിർണയ ചർച്ചകൾ തുടങ്ങിയതൊക്കെ രാഹുലിന്റെ നേതൃത്വത്തിലായിരുന്നു പാലക്കാട് നടന്നത്, ഇപ്പോഴും നടന്നുകൊണ്ടേയിരിക്കുന്നത്. ഏതായാലും വി.ഡി. സതീശനോട് അത്തരം കാര്യങ്ങളെക്കുറിച്ചാണ് നമ്മൾ ചോദിച്ചത്. അതായത് പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു എന്ന് പറയുമ്പോഴും രാഹുൽ ഇത്തരത്തിൽ പാലക്കാട് സജീവമായി പ്രവർത്തിക്കുന്നു. രാഹുലിനെതിരെ ആണെങ്കിൽ പുതിയ പുതിയ തെളിവുകളും ഓഡിയോകളും മറ്റുമൊക്കെ പുറത്തു വരുന്നു. ഇത് തലസ്ഥാനത്ത് ആശമാരുടെ ഒരു സമരം നടക്കുമ്പോൾ അവിടെ മാങ്കൂട്ടത്തിലുണ്ട്. മാങ്കൂട്ടത്തിൽ പോയാലേ ഞാൻ വരൂ എന്ന് പറഞ്ഞ ആളാണ് വി.ഡി. സതീശൻ. ഇപ്പോൾ മലക്കം മറിയുന്നു. അതായത് കൃത്യമായ ഉത്തരമില്ല. തൻ്റെ നിലപാടെന്താണെന്ന് മറന്ന മട്ടാണ്. നോക്കൂ, എന്താണ് പറഞ്ഞത്? KPCC പ്രസിഡന്റിനോട് ചോദിക്കൂ, സംഘടനാപരമായ കാര്യങ്ങൾ ഞാൻ പറയാനില്ല. മാത്രമല്ല, അവിടെ പ്രചാരണ രംഗത്ത് സജീവമാണ് എന്ന കാര്യം തനിക്കറിയില്ല എന്ന് പോലും പറയുകയാണ്. തീർച്ചയായിട്ടും ഏകദേശം ഒരു 15-20 മിനിറ്റോളം മാധ്യമ പ്രവർത്തകർ മാറി മാറി വി.ഡി. സതീശനോട് ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തെക്കുറിച്ചുള്ള കാര്യങ്ങൾ കൃത്യമായി ചോദിച്ചു. ഒന്നിനും ഒരു മറുപടിയും കൃത്യമായി പറയാതെ ഒഴിഞ്ഞു മാറുന്നു എന്നുള്ളതാണ്. പ്രത്യേകിച്ച് ഈ വിഷയത്തിൽ പോലീസ് ഇതുവരെയും മറ്റ് നടപടികളിലേക്ക് സ്വമേധയാ കേസെടുത്ത് കൂടുതൽ രാഹുലിന്റെ അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികളിലേക്കൊക്കെ പോലീസിന് കടക്കാമെന്നിരിക്കെ അത്തരം കാര്യങ്ങളിലേക്ക് പോലീസ് കടന്നിട്ടില്ലല്ലോ എന്നുൾപ്പെടെയുള്ള വിഷയങ്ങൾ ചോദിച്ചു. മാത്രമല്ല, കോൺഗ്രസ് ഒരു വശത്ത് പറയുന്നു രാഹുലിനെ സസ്പെൻഡ് ചെയ്തു എന്ന്, മറുവശത്ത് ചേർത്ത് പിടിക്കുന്നു, തലോടുന്നു. പാലക്കാട് നഗരസഭ തിരിച്ചു പിടിക്കുമെന്നൊക്കെ പറയുന്ന ഈ കോൺഗ്രസ് പാലക്കാട് നഗരസഭയിൽ ഉൾപ്പെടെ ഈ കോൺഗ്രസിന്റെ മുഖമായിട്ട് അവതരിപ്പിക്കുന്നത് ഇത്തരത്തിൽ ഒരു മോശം ബാക്ക്ഗ്രൗണ്ട് ഉള്ള, നിരന്തരം സ്ത്രീകളുടെ ലൈംഗിക പീഡന ആരോപണങ്ങളും ഓഡിയോകളും മറ്റു വിവരങ്ങളൊക്കെ പുറത്തു വരുന്ന ഒരു വ്യക്തിയെ മുൻനിർത്തിയല്ലേ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. അത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം എത്രത്തോളം ഒരു മോശമായ കാര്യമാണ് ഈ കോൺഗ്രസ് എന്ന പാർട്ടി ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ മാധ്യമങ്ങൾ വി.ഡി. സതീശനോട് നിരന്തരം ചോദിക്കുമ്പോൾ വി.ഡി. സതീശൻ അതിനൊന്നും മറുപടി പറയുന്നില്ല. അതിൽ നിന്നൊക്കെ ഒളിച്ചോടുന്നു. ഇത് സംഘടനാപരമായ കാര്യമാണ്, ഇതിന് KPCC പ്രസിഡന്റാണ് ഉത്തരം പറയേണ്ടത്, രാഹുലിനെ പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തതാണ്, ഒരാളെ ഒരു തവണയല്ലേ സസ്പെൻഡ് ചെയ്യാൻ പറ്റുകയുള്ളൂ, വീണ്ടും വീണ്ടും സസ്പെൻഡ് ചെയ്യാൻ പറ്റില്ലല്ലോ എന്നൊക്കെയാണ് വി.ഡി. സതീശൻ പറയുന്നത്. ഏതായാലും അങ്ങനെ ഒരു തവണ സസ്പെൻഡ് ചെയ്ത ആളെ ആ സസ്പെൻഡ് ചെയ്തത് കണ്ണിൽ പൊടിയിടുന്ന പരിപാടിയല്ലേ? രാഹുലിനെ ഇത്തരത്തിൽ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി നിർണയ ചർച്ചകളിൽ പങ്കെടുക്കുന്നു, കോൺഗ്രസിന്റെ യോഗങ്ങളിൽ പങ്കെടുക്കുന്നു, പാലക്കാട് നഗരസഭയിൽ ഉൾപ്പെടെ UDFന്റെ സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി വോട്ട് തേടി വോട്ടർമാരുടെ വീടുകൾ കയറി ഇറങ്ങുന്നു, സ്ത്രീജനങ്ങളെ കാണുന്നു. ഏതായാലും അത് ഈ രാഹുൽ എന്ന വ്യക്തിയെ മുൻനിർത്തി തെരഞ്ഞെടുപ്പ് പ്രചാരണം ഇവിടെ നടത്തുമ്പോൾ അതിനിടയ്ക്കാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു കൂടുതൽ ഓഡിയോകളും മറ്റ് വിവരങ്ങളും ഒക്കെ പുറത്തു വന്നിരിക്കുന്നത്. കോൺഗ്രസിനെ പ്രതിരോധത്തിലാക്കുന്ന ഘടകമാണ് എന്നുള്ളതിൽ വി.ഡി. സതീശന് തർക്കമില്ല എന്നുള്ളത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പക്ഷേ ഈ ഘട്ടത്തിൽ എന്ത് പറഞ്ഞാലും അത് കോൺഗ്രസിനെയും വി.ഡി. സതീശനെയും സംബന്ധിച്ച്
സംബന്ധിച്ചിടത്തോളം രാഹുൽ വിഷയത്തിൽ ഒന്നും പറയാൻ കഴിയാത്ത തരത്തിൽ അവർ കൂടുതൽ പ്രതിരോധത്തിലായി മാറിയിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് വി.ഡി. സതീശന്റെ ഇന്ന് പാലക്കാട് പ്രസ് ക്ലബ്ബിൽ വെച്ച് നടന്ന വാർത്താ സമ്മേളനത്തിൽ നിരന്തരം ഏകദേശം 20 മിനിറ്റോളം മാധ്യമങ്ങൾ ഈ രാഹുൽ മാങ്കൂട്ടത്തിലുമായി ബന്ധപ്പെട്ട വിഷയങ്ങളെക്കുറിച്ച് ചോദിക്കുമ്പോൾ അവിടെ ധാർമ്മികമായിട്ടൊരു നിലപാട് എടുക്കാനോ ശക്തമായ നിലപാട് ഉയർത്തിക്കാണിക്കാനോ ഒന്നും തന്നെ വി.ഡി. സതീശന് കഴിയുന്നില്ല എന്നുള്ളതാണ്. അതേസമയം നമുക്കറിയാം ഇന്നലെ കെ മുരളീധരൻ ഉൾപ്പെടെ ഈ വിഷയത്തിൽ പ്രതികരിച്ചിരുന്നു. കെ മുരളീധരൻ വി.ഡി. സതീശനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ കുറച്ചുകൂടെ മെച്ചപ്പെട്ട ഒരു മറുപടിയും പ്രതികരണവും കെ മുരളീധരന്റെ ഭാഗത്തു നിന്ന് ഈ വിഷയത്തിൽ ഉണ്ടായി എന്നുള്ളതാണ്. അതേസമയം തന്നെ വി.ഡി. സതീശനാണെങ്കിലും അതിനൊപ്പം തന്നെ പാലക്കാട് നിന്നുള്ള വി.കെ. ശ്രീകണ്ഠൻ എം.പിയും ഇന്നലെ സമാന രീതിയിലായിരുന്നു. വിഷയത്തിൽ ഒന്നും പറയാതെ എണിച്ചു പോകുന്ന വാർത്താ സമ്മേളനം നടത്തുമ്പോൾ ഈ ചോദ്യങ്ങൾ കേട്ട് ഒന്നും പറയാതെ വാർത്താ സമ്മേളനം നിർത്തി പോവുകയായിരുന്നു ചെയ്തത്. അതേസമയം DCC അധ്യക്ഷൻ ഉൾപ്പെടെ ഈ പഴയ വീഞ്ഞ് പുതിയ കുപ്പിയിലാണെന്നൊക്കെ പറഞ്ഞ് രാഹുലിനെ ന്യായീകരിച്ച് രംഗത്തെത്തുന്ന ഒരു സ്ഥിതിയും പാലക്കാട് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ്. ഏതായാലും തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ രാഹുൽ വിഷയം വലിയ ചർച്ച തന്നെയാണ്. അതിൽ നിന്ന് കോൺഗ്രസിന് ഏതായാലും ഒളിച്ചോടാൻ കഴിയില്ല എന്നുള്ളത് തന്നെയാണ്. അതേസമയം തന്നെ രാഹുൽ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പാലക്കാട് നഗരസഭയിൽ സജീവമായിട്ട് ഇങ്ങനെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് വീടുകൾ കയറി ഇറങ്ങുകയും UDF സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി പ്രവർത്തിക്കുകയും ഒക്കെ ചെയ്തിരുന്നുവെങ്കിൽ ഇന്നലെ ഈ ഓഡിയോ സന്ദേശം പുറത്തു വന്നതിന് ശേഷം ഇന്നിപ്പോൾ ഇതുവരെ ഈ ഒരു ഉച്ച സമയം വരെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് എവിടെയും ഇറങ്ങിയിട്ടില്ല. രാവിലെ പാലക്കാട് കൽമണ്ഡപത്ത് ഉൾപ്പെടെ പ്രചാരണത്തിന് ഇറങ്ങുമെന്നൊക്കെ പറഞ്ഞിരുന്നു. പിരായിരി പഞ്ചായത്തിലും പ്രചാരണത്തിന് ഇറങ്ങുമെന്ന് പറഞ്ഞിരുന്നു. പക്ഷേ വിവാദങ്ങളുടെ പശ്ചാത്തലത്തിൽ ഇപ്പോൾ പ്രചാരണത്തിന് രാഹുൽ ഏതായാലും ഇറങ്ങിയിട്ടില്ല. അതേസമയം തന്നെ ഈ വിഷയത്തിൽ UDF ഏതായാലും വലിയ പ്രതിരോധത്തിലായി മാറിയിരിക്കുകയാണ് എന്നുള്ളത് തന്നെയാണ് വി.ഡി. സതീശൻ ഇത്തരത്തിൽ 20 മിനിറ്റോളം ചോദ്യങ്ങൾ ചോദിച്ചിട്ടും അതിൽ കൃത്യമായൊരു മറുപടി പറയാതിരുന്നതിലൂടെ വ്യക്തമാവുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിൽ ചോദ്യങ്ങൾക്ക് ഉത്തരമില്ലാതെ വി.ഡി. സതീശൻ മാധ്യമങ്ങളുടെ ചോദ്യങ്ങളിൽ നിന്നൊക്കെ ഒഴിഞ്ഞുമാറി എല്ലാം KPCC പ്രസിഡന്റിനോട് ചോദിക്കൂ എന്നാണ് പറയുന്നത്. വിവരങ്ങൾ നൽകുകയായിരുന്നു അരുൺ ആലത്ത്.